വിഷ്വലൈസിങ് ദ നേഷൻ. ഒരു നേഷനെ ഒരു സിമ്പിളായി കാണുവാൻ എന്തെല്ലാം ഇമേജസ് യൂസ് ചെയ്തിരുന്നു, അതാണ് ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഭാരത് മാത. ഭാരത് മാത എന്നൊരു പേഴ്സൺ എക്സിസ്റ്റ് ചെയ്യുന്നില്ല, ബട്ട് ആസ് ഇന്ത്യൻസ് നമുക്കൊരു നാഷണൽ ഫീലിങ്സ് വരുന്ന നാഷണാലിറ്റി, അല്ലെങ്കിൽ നമ്മളെല്ലാം വി ഓൾ ആർ ഇന്ത്യൻസ്, അങ്ങനെ നമുക്കൊരു നാഷണൽ ഫീലിങ്സ് വരുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഇമേജാണ് ഭാരത് മാത. സോ വാട്ട് ഓൾ ഇമേജസ് were used in France and Germany? Here we use a new word, that is allegory. Allegory is an image of a person or a thing which is used for expressing an abstract idea. അപ്പോൾ ഒരു ഐഡിയ എക്സ്പ്രസ് ചെയ്യാൻ അല്ലെങ്കിൽ യൂസ് ചെയ്യുന്ന ഒരു ഇമേജ് അല്ലെങ്കിൽ ഒരു സ്റ്റാച്യു, ഇതിനൊക്കെയാണ് നമ്മൾ അലിഗോറി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് 19th സെഞ്ച്വറി ആയപ്പോഴത്തേക്കും നമുക്കറിയാം യൂറോപ്പിൽ പല നേഷൻ സ്റ്റേറ്റ് ഫോം ചെയ്തു. ഇറ്റലി, ഫ്രാൻസ്, ബ്രിട്ടൻ, അങ്ങനെ ഒരു നേഷൻസായിട്ട് ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ ദീസ് നേഷൻസ് ബിഗാൻ ടു റെപ്രസെൻറ്റ് ആസ് ഫീമെയിൽ ഫിഗേഴ്സ് ആൻഡ് ദ സ്റ്റാച്യൂസ് were erected, coins and stamps were published, etc. So we are going to see how allegory was used by France and Germany. Okay, how allegory was used by France and Germany. The French used the allegory by the name of Marianne, and this female figure Marianne was used to symbolize ഫ്രാൻസ്, ആൻഡ് വിച്ച് മീൻസ് പീപ്പിൾസ് നേഷൻ എന്ന് പറയുന്ന, അതായത് ജനങ്ങളുടേതായിട്ടുള്ള ഒരു രാജ്യം എന്നുള്ളൊരു കോൺസെപ്റ്റ് റെപ്രസെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫ്രാൻസിൽ അവർ മരിയാൻ എന്ന് പറയുന്ന ഫീമെയിൽ ഫിഗറാണ് യൂസ് ചെയ്തിരുന്നത്. ദെൻ ഇൻ ജർമ്മനി ഇറ്റ് വാസ് ദ ഫീമെയിൽ ഫിഗർ വാസ് നോൺ ആസ് ജർമാനിയ. അവരുടെ ഒരു ഹീറോയിസം റെപ്രസെൻറ്റ് ചെയ്യുന്നതിന് അവർ യൂസ് ചെയ്തിരുന്ന, അല്ലെങ്കിൽ ജർമ്മൻ നാഷനെ സിംബലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിരുന്ന ഒരു ഫിഗർ ആണ് ജർമാനിയ. Okay, and inside the picture there were so many minute symbols. Let us check what are they. Okay, അപ്പോൾ മീനിങ്സ് ഓഫ് ദ സിമ്പിൾസ്. അന്ന് 19th സെഞ്ച്വറിയിൽ അവർ യൂസ് ചെയ്തിരുന്ന സിമ്പിൾസ്, അത് എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള സിമ്പിൾസ് യൂസ് ചെയ്തിരുന്നതെന്നാണ് നമുക്ക് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ വിചാരിക്കും ഇത് ചെറിയ ചെറിയ വേർഡ്സാണ്, പക്ഷേ ഇത് നിങ്ങൾ വിട്ട് കളയരുത്. ഇവിടുന്ന് നമുക്ക് 1 മാർക്ക് ക്വസ്റ്റ്യൻസ് വരാനായിട്ട് സാധ്യത ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വേണം പോകാൻ. ഓക്കെ, സോ ഫസ്റ്റ് വൺ, ബ്രോക്കൻ ചെയിൻസ്. ഈ ബ്രോക്കൻ ചെയിൻസ് അവർ സിഗ്നിഫൈ ചെയ്തിരുന്നത് ബീയിങ് ഫ്രീഡ്, എങ്ങനെയെങ്കിലും അവർക്ക് സ്വാതന്ത്ര്യത്തിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട്. ദെൻ ബ്രസ്റ്റ് പ്ലേറ്റ് വിത്ത് ഈഗിൾ, ഇറ്റ് വാസ് ദ സിംബൽ ഓഫ് ജർമ്മൻ എംപയർ. അവരുടെ ഒരു സ്ട്രെങ്ത്ത് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ബ്രസ്റ്റ് പ്ലേറ്റ് വിത്ത് ഈഗിൾ അവർ യൂസ് ചെയ്തിരുന്നത്. ദെൻ ക്രൗൺ ഓഫ് ഓക്ക് ലീവ്സ്, ഒരു ഓക്ക് ലീവ്സ് കൊണ്ടുള്ള ക്രൗൺ, അത് അവരുടെ ഹീറോയിസത്തിനെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിരുന്നു. ദെൻ സ്വേർഡ്, വാള് അവർ ദെയർ റെഡിനെസ് ടു ഫൈറ്റ്, യുദ്ധം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അവർ യൂസ് ചെയ്യുന്നത്. ദെൻ ഒലീവ് ബ്രാഞ്ച് അറൗണ്ട് ദ സ്വേർഡ്, ദെൻ ദാറ്റ് മീൻസ് വില്ലിങ്നെസ് ടു മേക്ക് പീസ്. അവർ യുദ്ധം ചെയ്യാൻ റെഡിയാണ്, അറ്റ് ദ സെയിം ടൈം ദേ ആർ വില്ലിങ് ടു മേക്ക് പീസ്. ദെൻ ബ്ലാക്ക്, റെഡ് ആൻഡ് ഗോൾഡ് ട്രൈകളർ. ഈ ഒരു ഫ്ലാഗ്, ഇറ്റ് വാസ് ദ ഫ്ലാഗ് ഓഫ് ദ ലിബറൽ നാഷണലിസ്റ്റ് in 1848, but it was banned by the dukes of the German state. അവർ 1848 ലിബറൽ നാഷണലിസ്റ്റ് യൂസ് ചെയ്തിരുന്ന ഒരു സിമ്പിളായിരുന്നു, ബട്ട് അത് അവരെന്ത് ചെയ്തു, ഡ്യൂക്സ് ബാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. റേസ് ഓഫ് ദ റൈസിങ് സൺ, ഇറ്റ് വാസ് used to symbolize the beginning of a new era. അപ്പോൾ ഈ ഒരു ഭാഗം ജസ്റ്റ് നോക്കിയിട്ട് വേണം എക്സാമിന് പോകാനായിട്ട്. കാരണം 1 വേർഡ്, ചിലപ്പോൾ ഒരു പിക്ചർ തന്നിട്ട് അതെന്തിനാണ് സിഗ്നിഫൈ ചെയ്യാന്ന് 1 മാർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളതാണ് ഈ ഭാഗത്തു നിന്ന്. ഓക്കെ, സോ ദീസ് ആർ ദ മീനിങ്സ് ഓഫ് ദ സിമ്പിൾസ്. അപ്പോൾ ഈ ഒരു പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതിൽ ഈ ഒരു പിക്ചറിൽ തന്നെ
എല്ലാ സിമ്പിൾസും കൊടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് സ്വേർഡ് കാണാൻ പറ്റും, അതുപോലെ ഒലീവ് ബ്രാഞ്ച് എറൗണ്ട് ദ സ്വേർഡ് കാണാൻ പറ്റും. ദെൻ ബ്രസ്റ്റ് പ്ലേറ്റ് വിത്ത് ഈഗിൾ. ഓക്കെ, ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു ഭാഗം ആണ് നാഷണലിസം ആൻഡ് ഇമ്പീരിയലിസം. ഈ ലെസൻ്റെ ഫസ്റ്റിൽ നമ്മൾ യൂറോപ്പിൽ നാഷണലിസം എങ്ങനെയൊക്കെയാണ് സ്പ്രെഡ് ചെയ്തത്, ദെൻ അതിൻ്റെ ഒരു റിസൾട്ടായിട്ട് ഓരോ നാഷൻ സ്റ്റേറ്റ്, ഇറ്റലി, ഫ്രാൻസ്, ജർമ്മനി, ബ്രിട്ടൻ തുടങ്ങിയ നാഷൻ സ്റ്റേറ്റ് ഒക്കെ യൂറോപ്പിൽ ഫോം ചെയ്തു എന്നൊക്കെ നമ്മൾ പഠിച്ചു. ദെൻ ഈ ഒരു ഭാഗത്ത് ഇനി നമുക്ക് പുതിയൊരു കോൺസെപ്റ്റാണ് നോക്കാനുള്ളത്. ദാറ്റ് വാസ് ഇമ്പീരിയലിസം. The nationalism give way to the rise of imperialism. അപ്പോൾ എന്താണ് ഇമ്പീരിയലിസം? ഈ ഒരു നമുക്കറിയാം, ഒരു 19th സെഞ്ച്വറി ആയപ്പോഴത്തേക്കും യൂറോപ്പിൻ്റെ പല ഭാഗങ്ങളിലും നേഷൻ സ്റ്റേറ്റ് ആയിട്ട് ഫോം ചെയ്തു. അങ്ങനെ നേഷൻ സ്റ്റേറ്റ് ആയിട്ട് ഫോം ചെയ്ത ഈ റീജിയൻസൊക്കെ എന്താണ്, യൂറോപ്പിൽ നിന്ന് മാത്രമല്ല ലോകത്തിലെ തന്നെ സൂപ്പർ പവേഴ്സായിട്ട് മാറാനായിട്ട് തുടങ്ങി. ഓക്കെ, ഫ്രാൻസ്, ബ്രിട്ടൻ ഒക്കെ സൂപ്പർ പവേഴ്സായിട്ട് മാറുകയാണ് 19th സെഞ്ച്വറിക്ക് ശേഷം. അപ്പോൾ അവരെന്ത് ചെയ്തു, അവരുടെ ഒരു പവർ ലോകത്തിലെ മറ്റ് രാജ്യങ്ങളുടെ മേൽ കൊണ്ടുവരാനായിട്ട് തുടങ്ങി. അങ്ങനെ മറ്റ് ഭാഗങ്ങളെയൊക്കെ, മറ്റ് ലോകരാജ്യങ്ങളെയൊക്കെ എന്ത് ചെയ്തു, അവരുടെ കോളനികളാക്കി മാറ്റാനായിട്ട് തുടങ്ങി. അതാണ് ഇമ്പീരിയലിസം അല്ലെങ്കിൽ സാമ്രാജ്യത്വം എന്ന് പറയുന്നത്. എക്സ്റ്റെൻഡിങ് ദ പവർ ഓഫ് എ കൺട്രി വിത്ത് ഇറ്റ്സ് മിലിറ്ററി ഫോഴ്സ്. ഒരു കൺട്രിയുടെ മിലിറ്ററി ഫോഴ്സ് യൂസ് ചെയ്തിട്ട് മറ്റുള്ള കൺട്രീസിനെയൊക്കെ അവരുടെ കോളനികളാക്കി മാറ്റും. അതാണ് ഇമ്പീരിയലിസം എന്ന് പറയുന്നത്. നമുക്കറിയാം, ഇന്ത്യയുടെ കാര്യമൊക്കെ, ഇന്ത്യൻ ഹിസ്റ്ററിയൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. ഇന്ത്യ വാസ് അണ്ടർ ബ്രിട്ടീഷ് കൺട്രോൾ ടിൽ 1947. ദെൻ അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമുക്ക് ഇമ്പീരിയലിസത്തെ കുറിച്ച് മനസ്സിലാക്കാനായിട്ട് നമ്മുടെ ലെസണിലുള്ള ഒരു ടോപ്പിക്കാണ് അബൌട്ട് ദ ബാൾക്കൻസ്. ടെൻഷൻസ് ഇൻ ബാൾക്കൻസ് എന്നുള്ളൊരു ഭാഗം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഇമ്പീരിയലിസത്തിൻ്റെ വളർച്ചയൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ, ദെൻ ഇനി ബാൾക്കൻസ് എന്ന് പറഞ്ഞത് ആരായിരുന്നു? ഒട്ടോമാൻ എംപയറിൻ്റെ അണ്ടറിലുണ്ടായിരുന്ന ഒരു റീജിയനായിരുന്നു ബാൾക്കൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബാൾക്കൻ റീജിയനിൽ വരുന്ന പ്രദേശങ്ങൾ ഏതൊക്കെയാണെന്നൊക്കെ നമ്മൾ പഠിക്കണം കേട്ടോ. എക്സാമിന് ചിലപ്പോൾ 1 വേർഡ് ക്വസ്റ്റ്യൻസ് അവിടുന്ന് വരാൻ ചാൻസ് ഉള്ളതാണ്. റൊമാനിയ, ക്രൊയേഷ്യ, ബോസ്നിയ, സെർബിയ, അൽബേനിയ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കുറേ ഭാഗങ്ങളാണ് ഒരു ഈ ബാൾക്കൻസ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്. ഇത് ഒട്ടോമൻ എംപയറിൻ്റെ അണ്ടറിലായിരുന്നു. ദെൻ എന്തായിരുന്നു ഈ ബാൾക്കൻസിൻ്റെ ഇഷ്യൂ എന്നാണ് നമുക്ക് നോക്കാനുള്ളത്. സോ നാഷണലിസവും ഇമ്പീരിയലിസവും വന്നതോടുകൂടി ബാൾക്കൻ റീജിയൻസിൽ എന്ത് സംഭവിച്ചു? ഈ ബാൾക്കൻ റീജിയനിൽ പല പല റീജിയൻസ്, പല പ്രദേശങ്ങളാണെന്ന് നമ്മൾ പറഞ്ഞു. ഈ ഭാഗങ്ങളൊക്കെ എന്ത് ചെയ്തു, ഈ ഒട്ടോമൻ എംപയറിൻ്റെ അണ്ടറിൽ നിന്ന് അവർക്കും ഇൻഡിപെൻഡൻ്റ് ആവണം എന്നുള്ള ഒരു ആഗ്രഹം ഇവരുടെ ഇടയിൽ വരികയാണ്. ദ സ്പ്രെഡ് ഓഫ് നാഷണലിസം ലെഡ് റിവോൾട്ട് എമംഗ് ബാൾക്കൻ റീജിയൻസ് ആൻഡ് മെയ്ഡ് ദം ഇൻഡിപെൻഡൻറ്റ് സ്റ്റേറ്റ്സ്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഈ എല്ലായിടത്തും നാഷണലിസം അല്ലെങ്കിൽ നാഷണലിസ്റ്റ് ഐഡിയാസ് സ്പ്രെഡ് ചെയ്തതിൻ്റെ ഒരു ഫലമായിട്ട് ഈ ബാൾക്കൻ റീജിയൻസിലും ഇതിനെക്കുറിച്ചിട്ടൊക്കെ ന്യൂസുകൾ വന്നു. അപ്പോൾ അവരും എന്ത് ചെയ്തു, ഇങ്ങനെ റിവോൾട്ടൊക്കെ നടത്തിയിട്ട് ഒറ്റ സ്ഥലങ്ങളായിട്ട് മാറിപ്പോയി. ദെൻ ആഫ്റ്റർ ദീസ് സ്റ്റേറ്റ്സ് വെർ ജെലസ് ഓഫ് ഈച്ച് അതർ ആൻഡ് വാണ്ടഡ് ടു ഗെയിൻ മോർ ടെറിട്ടറി ബൈ എക്സ്പാൻഡിങ്. അങ്ങനെ ഒറ്റ രാജ്യം ആയതിനു ശേഷം വീണ്ടും അവർക്ക് തമ്മിൽ ജലസിയായി. എന്തിനു വേണ്ടിയിട്ടാണ്? അബൌട്ട് ഹൂ ഈസ് മോർ ബെറ്റർ. അങ്ങനെ അവരുടെ ബോർഡറിലൊക്കെ എപ്പോഴും കോൺഫ്ലിക്ട്സ് വരാനായിട്ട് തുടങ്ങി. അവരുടെ ഒരു ടെറിട്ടോറിയൽ എക്സ്പാൻഷന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ അതിർത്തി പ്രശ്നങ്ങളൊക്കെ വരാനായിട്ട് തുടങ്ങി. അപ്പോൾ ഈ ബാൾക്കൻ പ്രദേശത്ത് ഇങ്ങനെയൊരു പ്രശ്നം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് യൂറോപ്പിലെ മറ്റ് സൂപ്പർ പവേഴ്സായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ റഷ്യ, ജർമ്മനി, ഇംഗ്ലണ്ട്, ഓസ്ട്രേലിയ ഒക്കെ ഈ ഒരു സമയത്ത്
വേൾഡിലെ തന്നെ സൂപ്പർ പവേഴ്സായിട്ട് മാറിയിരിക്കുകയായിരുന്നു. അപ്പോൾ ഇവരൊക്കെ ഈ ഒരു സമയത്ത് ചെയ്തിരുന്നത് ലോകത്തിൻ്റെ മറ്റ് പല ഭാഗങ്ങളിലെയും അവരുടെ അണ്ടറിലേക്ക്, അവരുടെ കോളനികളായിട്ട് കൊണ്ടുവരികയാണ് ചെയ്തിരുന്നത്. അങ്ങനെ ഈ ബാൾക്കൻ ഏരിയയിലുള്ള ഒരു പ്രശ്നത്തിലേക്ക് എന്ത് ചെയ്യണം, ഈ ഒരു റഷ്യ, ജർമ്മനി, ഇംഗ്ലണ്ടൊക്കെ ഇൻവോൾവ് ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പോൾ അതാണ് ഈ ബാൾക്കൻ ക്രൈസിസ് എന്ന് പറയുന്നത്. ബാൾക്കൻസ് ബിക്കെയിം എ സീൻ ഓഫ് ഇൻറ്റൻസ് റൈവൽറി വിത്ത് യൂറോപ്യൻ പവേഴ്സ്. ഇപ്പോൾ യൂറോപ്പിലുള്ള സൂപ്പർ പവേഴ്സായിട്ടുള്ള റഷ്യ, ജർമ്മനി, ഇംഗ്ലണ്ടൊക്കെ എന്താണ്, ഈ ബാൾക്കൻ ഏരിയയുടെ ഒരു പവർ കൂടി അവർക്ക് കിട്ടണം എന്നുള്ള ഒരു അവസ്ഥയിലേക്ക്, അങ്ങനെ ഒരു വാറിലേക്ക്, റിവോൾട്ടിലേക്ക് വന്നു. ദിസ് ഫൈനലി ലെഡ് ടു ദ ഫസ്റ്റ് വേൾഡ് വാർ. അപ്പോൾ ഈ ഒരു സമയത്ത് യൂറോപ്പ് എന്ന് പറയുന്നത് സൂപ്പർ പവറാണ്. കാരണം അവിടെ 19th സെഞ്ച്വറി ആയപ്പോഴത്തേക്കും ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ വന്നു. അവരുടെ ഒക്കെ ഇക്കോണമി കൂടുതൽ വളരാനായിട്ട് തുടങ്ങി. മാത്രമല്ല പല രാജ്യങ്ങളെയും കോളനി ആക്കുന്നത് വഴിയിട്ട് ആക്കിയത് കാരണം അവരുടെയൊക്കെ ഒരു ഇക്കണോമിക്കലി ആയിട്ട് അവർ കൂടുതൽ ഇമ്പ്രൂവ് ചെയ്തു. അപ്പോൾ അവർക്ക് എങ്ങനെയെങ്കിലും എല്ലാവരേക്കാളും ആരാണ് കൂടുതൽ ആർക്കാണ് കൂടുതൽ പവർ, ആരാണ് ഏറ്റവും കൂടുതൽ അധികാരം എന്നുള്ള ഒരു ഇതിലേക്കാണ് വന്നത്. അപ്പോൾ അങ്ങനെയാണ് പിന്നീട് ഈ യൂറോപ്പിലുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളാണ് വീണ്ടും ഫസ്റ്റ് വേൾഡ് വാർ അല്ലെങ്കിൽ ഒന്നാം ലോക മഹായുദ്ധത്തിലേക്ക് നയിച്ചത്. സോ ദിസ് നാഷണലിസം along with imperialism led Europe to disaster in 1914. അപ്പോൾ ഈ ഒരു ലെസൺ ഇതോടെ തീരുകയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ലെസണ് എങ്ങനെയാണ് തുടങ്ങിയത്? ഒരു യൂറോപ്പിലെ ഒന്നും അല്ലാതിരുന്ന രാജ്യങ്ങളായിരുന്നു, ഒരു നേഷൻ സ്റ്റേറ്റ് പോലും ഒരു നേഷൻ സ്റ്റേറ്റ് എന്നുള്ള ഇതിലേക്ക് എത്തപ്പെടാതിരുന്ന യൂറോപ്യൻ രാജ്യങ്ങൾ പിന്നീട് നാഷണലിസ്റ്റ് ഐഡിയ സ്പ്രെഡ് ചെയ്തത് കാരണം അതിൻ്റെ ഫലമായിട്ട് ഒരു നേഷൻ സ്റ്റേറ്റ് ഫോം ചെയ്തു. പിന്നീട് അവിടെ മൊണാർക്കി ഒക്കെ മാറി. പിന്നീട് അവർ മറ്റുള്ള രാജ്യങ്ങളെയൊക്കെ എന്തായി, കോളനികൾ ആക്കി മാറ്റാനായിട്ട് തുടങ്ങി. ഇമ്പീരിയലിസം വന്നു. ദെൻ ഈ ഇമ്പീരിയലിസം എന്തിന് കാരണമായി? ഒരു ഫസ്റ്റ് വേൾഡ് വാർ, യൂറോപ്പിലെ സൂപ്പർ പവേഴ്സ് തമ്മിൽ അവരുടെ ഒരു പവർ അല്ലെങ്കിൽ അവരുടെ ഒരു അതോറിറ്റി ഷോ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു യുദ്ധത്തിലേക്ക് വരികയാണ് ഉണ്ടായത്. ആൻഡ് സോ ദിസ് നാഷണലിസം along with imperialism led Europe to disaster in 1914. അപ്പോൾ നമ്മുടെ ഈ ഒരു ലെസൺ ഇവിടെ അവസാനിക്കുകയാണ്. ഓക്കെ, താങ്ക് യു.